പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അർദ്ധനാരീശ്വര ക്ഷേത്രം. 3000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഈ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു കേട്ട അറിവ് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാലല്ലേ 365 ദിവസം ഈ വെള്ളം ഇവിടെ വറ്റാതെ തന്നെ നിൽക്കും എന്ന്. ഞാനൊരു 3 വർഷം മുന്നേ ഈ ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞപ്പോൾ ഇവിടുത്തെ ആചാരങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാനും ഇതുപോലെ പ്രാർത്ഥിച്ചായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം ഈ 108 കുടമെടുക്കുന്ന ഒരു മഹോത്സവം ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് എനിക്കും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഭാഗ്യം വന്നു കേട്ടോ. ഞാൻ ആ ക്ഷേത്രത്തിലെത്തി. എനിക്കും കുടമെടുക്കാനുള്ളൊരു ഭാഗ്യം മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആ കുടം എടുത്ത് എന്താ പറയുക, ശിവനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് 3 ദിവസത്തെ വ്രതം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ കുടമെടുക്കാൻ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കുടമൊക്കെ എടുത്ത് നല്ല തിരക്ക് കേട്ടോ, ആവശ്യത്തിലേറെ തിരക്കുണ്ട്. പിന്നെ EMS അടുത്തായതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന 1-2 പേരിനെ കണ്ടുമുട്ടിട്ടോ. പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. കുടമെടുക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ കൊണ്ടുപോകാനൊരു മാറ്റി തിരിച്ചു വരുമ്പോൾ മാറ്റി ഇടാനുള്ള ഒരു ഡ്രസ്സും കൂടിയും കൊണ്ടുപോകണം. കാരണം ഈറനോടെ തന്നെ നമ്മൾ കുളത്തിൽ മുങ്ങി കുടമെടുത്ത് ഇട്ടാണ് ക്ഷേത്ര സന്നിധിയിൽ കയറുന്നത്. അപ്പം ഞാൻ അത് കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈറനോട് കൂടി തന്നെ തിരിച്ച് കയറി വരികയും ചെയ്തിട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ട് ഭാഗ്യം കേട്ടോ. കാരണം നനഞ്ഞു ഒട്ടിയും കൊണ്ട് കുറേ സമയം നിൽക്കേണ്ടി വന്നില്ല. കാരണം അന്നദാനം ഉണ്ട്, രാവിലത്തെ ചായയുണ്ട്, രാവിലെ ഉപ്മാവുണ്ട്, എല്ലാം അന്നത്തെ ദിവസം എല്ലാം അവിടെ തന്നെയാണ് കേട്ടോ. വിശപ്പ് മാറ്റുള്ളതും ഭഗവാന്റെ സന്നിധിയിൽ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അവസരവും എല്ലാം നമുക്ക് അന്നത്തെ ദിവസം അവിടെയുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. എനിക്കും ഒരുപാട് ഭാഗ്യവും പിന്നെ എന്താ പറയുക അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടത്തി കിട്ടിയതിന് ശേഷമാണ് ആ ക്ഷേത്രത്തിൽ എത്താനും നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരിക്കണേ. എൻ്റെ അനുഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ക്ഷേത്രം വരുന്നത് മലപ്പുറം ജില്ലയിലെ പിന്നെ അരക്കുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്ക് വേറെ ചെറിയൊരു പേരും കൂടി ഉണ്ട്, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ അരക്കുപറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുടമൊക്കെ എടുത്തതിന് ശേഷം അന്നദാനത്തിന് വന്നിരുന്നപ്പം കുറച്ച് സമയം സീറ്റൊക്കെ ഇങ്ങനെ കാലി കണ്ടപ്പോൾ ഞങ്ങളും കയറിയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പ്ലേറ്റ് വാങ്ങാൻ അവിടെ പോയി നിന്നിട്ട് വേണം ഭക്ഷണം വാങ്ങാൻ എന്നുള്ളത്. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ തിരിച്ച് ഞങ്ങൾ പോരുക കേട്ടോ. അപ്പോഴേക്കും ജനങ്ങൾ എവിടെയാണ്, നമ്മൾ മെയിൻ റോഡിലാണ് നിൽക്കുന്നത്, ലാസ്റ്റ് വരി. അങ്ങനെ നമ്മൾ ഭഗവാനോട് അടുത്ത വർഷം ഇതേ സമയം എനിക്കൊരു ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് പോരുകയാണ് കേട്ടോ. അങ്ങനെ ഈ വർഷം എനിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം.